ആയുധ വിപണിക്ക് എല്ലാ കാലത്തും വലിയ സ്വാധീനമുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ. ഇന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ, അതായത് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പല സുപ്രധാന തീരുമാനങ്ങളുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൗദി പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. സിറിയക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധം നീക്കം ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റിന്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഈ ഉപരോധങ്ങൾ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൽ ഖയ്ദയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം വിച്ഛേദിച്ചതിന് ശേഷം അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധത്തിന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഉപരോധങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ ടർക്കിഷ് പ്രസിഡന്റ് തയ്യിപ് എർദോഗാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. സിറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ ഉപരോധം നീക്കുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. ഇതിന്റെ തുടർ നടപടികൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കുകയും ചെയ്യും. ട്രംപിന്റെ തീരുമാനത്തെ സിറിയൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഈ തീരുമാനം ഏറെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനായി മുൻകൈയെടുത്ത സൗദി ഭരണകൂടത്തിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്.